ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ വൈകിട്ട് കുട്ടികൾക്ക് 4 മണിക്ക് നൂഡിൽസ്, പാസ്ത അല്ലെങ്കിൽ ബേക്കറി അങ്ങനത്തെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതിന് പകരമൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇലയട. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ ഇലയട ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇത് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ട്. ഇനി അടയുടെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഒരു അരക്കപ്പോളം തേങ്ങ ചിരകിയത്, 2 പിടി തേങ്ങാക്കൊത്ത്, ഒരു അരക്കപ്പോളം ശർക്കര, ഒരു 2 ടീസ്പൂണോളം ജീരം, കുറച്ച് ഏലക്കായ പൊടിച്ചത്. ഈ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കര ആഡ് ചെയ്യുക. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഏതാണോ ഇപ്പോൾ ഏലക്കായുടെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ചേർക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് അനുസരിച്ച്. പിന്നെ നമ്മളിപ്പോൾ അട ഉണ്ടാക്കാൻ പോകുന്നത് വാഴയിലയിലാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എടനയില ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം. അതിനുള്ള ആ മാവ് പരത്തിയെടുക്കാം. അപ്പം അതിനുവേണ്ടി ഗോതമ്പ് പൊടിയിലോട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഇച്ചിരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം. ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇനി ഇതിലോട്ട് കുറച്ച് ഏലക്കായയുടെ പൊടിയും കൂടെ ചേർക്കുകയാണ്. ഞാൻ കൈ യൂസ് ചെയ്യാണ്, കാരണം കൈ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ആ ശർക്കര ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് വാഴ നന്നായിട്ട് കഴുകി തുടച്ചേക്കുന്നതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഗോതമ്പിന്റെ മാവ് പരത്തി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫില്ലിങ്സ് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഇതുപോലെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതങ്ങ് മടക്കി വയ്ക്കുക. ഇതുപോലെ എല്ലാം അങ്ങ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ അടയ്ക്ക് എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം 5 അടയാണ് കിട്ടിയേക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ അട എടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാം. ആവി കയറ്റാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഇഡ്ഡലി പാത്രമാണ്. ഇഡ്ഡലി പാത്രത്തിൽ ആ തട്ട് വെച്ചിട്ട് അതിലൊരു 1/4 ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ അട ഓരോന്നായിട്ട് വയ്ക്കാം. ഇതിനി മൂടി ഒരു 15 മിനിറ്റിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് സ്റ്റൗ ടോപ്പിൽ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അട 15 മിനിറ്റോളം വേവിച്ച് ഞാനത് പാത്രത്തിൽ നിന്ന് എടുത്തു വച്ചേക്കുന്നതാണ്. 15 മിനിറ്റ് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്തില്ല. ഒരു 5-10 മിനിറ്റും കൂടെ അതിൽ തന്നെ വച്ചു, ഓഫ് ചെയ്ത് വെച്ചിട്ട്. ഇത് വെന്തിട്ടുണ്ട്. ഇതിൽ നിന്നിപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ആ വാഴലയുടെയും ഏലക്കായയുടെയും ആ ഗോതമ്പ് പൊടിയിൽ ശർക്കര ചേരുമ്പോഴുള്ളൊരു മണമൊക്കെ ഇല്ലേ, എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മണം വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം തുറന്നെടുത്ത് കാണിച്ചു തരാം.
ഇനിയാണ് നമ്മുടെ അട ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ വച്ച ശർക്കരയും ആ തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത്, എന്താ പറയുക, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഇത് ഞാൻ ഒരു അട അതിൽ നിന്ന് പൊളിച്ചു വച്ചേക്കുന്നതാണ്. ഇതെന്താ പറയുക, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതിൽ ആ തേങ്ങാക്കൊത്തും ശർക്കരയും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് വെളിയിൽ നിന്ന് ഈ ബേക്കറി പലഹാരമൊക്കെ മേടിച്ചു കൊടുക്കുന്നതിനേക്കാൾ വളരെ നല്ലതായിരിക്കും ഇത് കൊടുക്കുന്നത്. വിശ്വസിച്ച് കൊടുക്കാം. ഇതിൽ കൂടുതലും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.